പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 23 ഞായറാഴ്ച. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നല്ലത് തരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ശരിക്കും നമുക്ക് വിശ്വാസമുണ്ടോ? ചിലപ്പോൾ നാം പ്രാർത്ഥിക്കും, പക്ഷെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകും. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ? ഞാൻ ചോദിക്കുന്നത് ദൈവം നൽകുമോ? ഇന്നത്തെ വചനം ആ സംശയത്തിൻ്റെ വാതിൽ അടച്ച് വലിയൊരു സത്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയുടെ ശക്തിയല്ല, പിതാവിൻ്റെ നന്മയാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കും. നാം എത്ര നല്ലവരാണെന്നല്ലതല്ല പ്രധാനപ്പെട്ടത്, നാം എത്രമായി ശക്തമായി പ്രാർത്ഥിക്കുന്നു എന്നതുമല്ല, നമ്മുടെ പിതാവ് എത്രമാത്രം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നന്മയുടെ മറുപടി നൽകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വേദപുസ്തകത്തിൽ നാം കാണുന്നു, ഒരു പിതാവിനോട് അവൻ്റെ മകൻ ഭക്ഷണം ചോദിച്ചു. പിതാവിന് മകൻ്റെ ആവശ്യം അറിയാം. മകൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവൻ മകനെ സ്നേഹിക്കുന്നു. മകൻ ചോദിച്ചത് കൊണ്ടല്ല പിതാവിൻ്റെ സ്നേഹമുണ്ടായത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ പിതാവും. നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാലാണ് നമുക്ക് അവനോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്. ഇതാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വാതിലുകൾ അടയാറുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കാറില്ല. ചില സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ നാം ചിന്തിച്ചേക്കാം, ദൈവം എന്നെ മറന്നു. ഇല്ല, ഉത്തരം വൈകുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞതിൻ്റെ തെളിവല്ല. ചിലപ്പോൾ നാം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നത് മൂലമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. ദൈവമേ, ഞാൻ ചോദിച്ചത് തന്നെ എനിക്ക് തരണമേ എന്നതിൽ നിന്ന്, ദൈവമേ, എനിക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. വേദഭാഗത്തിൽ യേശു പ്രത്യേകമായി പരിശുദ്ധാത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്. ദൈവം നമുക്ക് ഒരു അനുഗ്രഹം മാത്രം തരുന്നവനല്ല, നമ്മോടുകൂടെ വസിക്കുന്ന തൻ്റെ സാന്നിധ്യത്തെയാണ് ദൈവം നൽകുന്നത്. നമ്മുടെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം പ്രശ്നത്തിനിടയിലും നമ്മോടുകൂടെയുള്ള ദൈവ സാന്നിധ്യം. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനായിട്ടാണോ, അതോ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണോ? ഒന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പക്ഷെ ഈ പ്രാവശ്യം ആവശ്യം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുക, സ്വർഗീയ പിതാവേ, എനിക്കെന്താണ് നല്ലത് എന്ന് എനിക്കെല്ലായ്പ്പോഴും അറിയില്ല. എന്നാൽ നീ നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇത് വെറും ഒരു പ്രാർത്ഥനയായിരിക്കരുത്, ഒരു തീരുമാനമായിരിക്കണം. ഇന്നു മുതൽ സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിലും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം മാറട്ടെ. നമ്മുടെ പിതാവ് നല്ലവനാണ്. നാം ചോദിക്കുന്നതിന് മുൻപ് അവൻ നമ്മെ അറിയുന്നവനാണ്. നാം മനസ്സിലാകാത്ത വഴികളിലും അവൻ പ്രവർത്തിക്കുന്നവനാണ്. നമുക്ക് കാണാൻ കഴിയാത്ത നാളുകളെയും അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം വൈകിയാലും
വിശ്വാസം വൈകിക്കരുത്. കാരണം നമ്മുടെ പിതാവ് നല്ലവന്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും വേദനകളും നീ അറിയുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നീ അറിയുന്നുവെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഉത്തരം വൈകുമ്പോഴും നിന്നിൽ വിശ്വസിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.